ഗായ്സ്, ഇതെൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തമ്പ്നെയിൽ കണ്ടപ്പോഴേ മനസ്സിലാക്കാണ് ഓൾറെഡി ഇത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഞാൻ ആൻമരിയ ജോൺസൺ. ഞാൻ വന്ന് കോഴിക്കോടാണ് എൻ്റെ സ്ഥലം. എന്നാൽ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ. പിന്നെ എനിക്കെന്തോ ഒരു മടി, എന്തോ ഒരു ഓക്വേർഡ് ഫീലിംഗ് പോലെ. എന്താ ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ള തോന്നലാണ്. പക്ഷേ ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം. അങ്ങനെ എന്താണേലും ഞാനും തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് എൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. നിങ്ങൾക്കിപ്പോൾ എൻ്റെ വോയിസിലൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് കേൾക്കാം, എരപ്പ്. അതിപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഏത് ഭാഗത്ത് പോയിരുന്നാലും ആ എരപ്പ് കേൾക്കും. ആ എരപ്പ് പോവാൻ വേണ്ടി എനിക്കൊരു വഴിയില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പുഴയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും നാരങ്ങത്തോട് വാട്ടർഫാൾസ്. പതങ്കയെന്നാണ് അറിയുന്നത്. ഒരു ഇരുവിഞ്ഞിപ്പുഴയുടെ ഒക്കെ സ്റ്റാർട്ടിങ് ഒക്കെ ഇവിടുന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. അതൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ എന്താണേലും ഇവിടെ ഒരു പുഴയുണ്ട്, കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ കാണാം അതിൽ കൂടെ കുറേ ആൾക്കാർ പോകുന്നത്. കറക്റ്റ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് അതിൻ്റെ റോഡ് പോകുന്നത് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ ഇപ്പോഴും അവിടെ പോയി കുളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ടൂറിസ്റ്റുകളെ കൊണ്ട് വയ്യ. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ അവിടെ പോയിട്ട് തന്നെ വർഷങ്ങളായി, അങ്ങനെ പോവാറേ ഇല്ല അവിടെ. അതുകൊണ്ട് ആ സൗണ്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് സഹിക്കേണ്ടി വരും ആ സൗണ്ട്. അതിപ്പോൾ ഞാൻ എവിടെ പോയിരുന്നാലും ആ സൗണ്ടാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ കുറച്ച് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്? ഇന്നത്തെ ഭയങ്കര മിനിമലായിട്ട് ചെയ്താണ്. ഒന്നുമില്ല, ഒരു മോയ്സ്ചറൈസർ, കുറച്ച് ലിപ് ബാം ഇട്ടു, ലിപ് ലൈനർ, ലിപ്സ്റ്റിക്ക്, മസ്കാര ഇട്ടിട്ടുണ്ട്, ഐബ്രോ ഒന്ന് ഫിൽ ചെയ്തു, ഒരു പൊട്ട് കുത്തി. എനിക്ക് എന്നാലും എന്തോ ഒരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഇത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്നോ അങ്ങനത്തെ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിലോട്ട് നോക്കാം. ലൈഫെല്ലാം അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം നടക്കുന്നു, പോകുന്നു, ഓക്കെ. നമ്മൾ അതിൻ്റെ ആ ഒരു ഫ്ലോയിലങ്ങ് പോവുക. ഹോപ്പ് വിടാതിരിക്കുക, അത്രയേ പറയാനുള്ളൂ. ഇപ്പോൾ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഒരു സന്തോഷം ഉണ്ടായാൽ അവിടെ ഒരു ദുഃഖം ഉണ്ടാവും. ആ ദുഃഖം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നമ്മളെപ്പോഴും മൈൻഡിൽ വെച്ച് സന്തോഷമായിട്ടിരിക്കുക. എപ്പോഴും ഓരോ മൊമെൻറ്റ്സും നമ്മളെ കഴിയാവുന്നതുപോലെ തന്നെ അതൊന്ന് സന്തോഷമായിട്ട് ഇരിക്കാൻ നമ്മൾ ശ്രമിക്കുക. എപ്പോഴും സങ്കടപ്പെട്ട് വിഷമിച്ച് അങ്ങനെയൊന്നും ഇരിക്കാതെ നമ്മളെ പറ്റുന്ന പോലെ തന്നെ, നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ തന്നെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലോട്ടൊക്കെ ഞാൻ ഓരോ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് ആവശ്യമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കിപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വർഷങ്ങളൊക്കെ ആയി. പക്ഷെ എന്നാലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങാൻ ഉള്ള ഒരു ധൈര്യക്കുറവോ അങ്ങനെ എന്തൊക്കെയോ കാരണം ഒന്നും ചെയ്തില്ല. അപ്പോൾ അതാ ഇങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പോലും ആർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നോട്ട് ഞാനും തുടങ്ങുകയാണ്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പോലെ അവരുടെ ലൈഫിലെല്ലാം നല്ലത് സംഭവിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്, നമുക്കിനിയും കാണാം. ബൈ.